ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഇത് 3 രീതിയിലാണ് കാണപ്പെടുന്നത്: ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസീവ്, ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്, കമ്പൈൻഡ് ടൈപ്പ്. കുട്ടികളിലും അതുപോലെ തന്നെ അഡൽട്ട്സിലും കാണപ്പെടുന്ന ഒരു തരം ഡിസോർഡറാണ് ADHD. കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഡിസോർഗനൈസേഷൻ, ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി, മൂഡ് ഇൻസ്റ്റെബിലിറ്റി, ഇമോഷണൽ ഡിസ്റെഗുലേഷനൊക്കെയാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. അഡൽട്ട്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സൈൻസ് ആണ്: ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക, എന്തെങ്കിലും ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുക, എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുക, നമുക്ക് എന്തെങ്കിലും ടാസ്കോ വർക്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുക, പാരലൈസ്ഡ് ആയിട്ട് തോന്നുക, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ്, ഫാമിലി, വർക്ക്, അതിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. ADHD ഉള്ള വ്യക്തികൾക്ക് പല രീതിയിലുള്ള മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ADHD ഉള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംറ്റംസ് ആണ് അറ്റൻഷൻ ഇല്ലായ്മ, കെയർലെസ്നെസ്, എക്സസീവ് ആയിട്ടുള്ള ടോക്കിംഗ്, ഡിസോർഗനൈസേഷൻ, മറവി, ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കാനുള്ള ഡിഫിക്കൽട്ടി, ഡേ ഡ്രീമിംഗ്, റിസ്ക് ആയിട്ടുള്ള ബിഹേവിയർ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ, എല്ലാ പ്രശ്നങ്ങളിൽ പോയി ചെന്ന് ചാടുക, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ബ്രെയിൻ ഇഞ്ചുറി, ജെനറ്റിക്സ്, അതായത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ADHD, ബർത്ത് സമയത്ത് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, ലോ ബർത്ത് വെയ്റ്റ്, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, പ്രഗ്നൻസി ടൈമിലുള്ള ടൊബാക്കോ യൂസസ്, അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസപ്ഷൻ എല്ലാം ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ ADHD പോലെയുള്ള ഡിസോർഡേഴ്സ് വരാൻ കാരണമാകുന്നുണ്ട്. ADHD പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന ഒരു ഡിസോർഡർ അല്ല, എങ്കിലും അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ അതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ നമുക്ക് പറ്റും.